ഇത് ഭയങ്കര ഡിസ്റ്റർബിങ് വീഡിയോ ആണ്. ഓക്കെ, പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് യൂട്യൂബ്, അതായത് അവരുടെ സേഫ്റ്റി ഒക്കെ കാണിക്കണം. പക്ഷെ ഇത് ഒരു അപ്പനെന്ന് പറ്റിയ മിസ്റ്റേക്ക്, അതായത് എൻ്റെ നിന്ന് പറ്റിയ മിസ്റ്റേക്ക്. 2 വർഷം മുന്നേ അവനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വഴുക്കി. ഞാനത് കുളിപ്പിച്ചിരുന്നത്. അപ്പോൾ കയറി പിടിച്ചത് അവൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ കയ്യിൽ പിടിച്ചപ്പോൾ അവൻ്റെ ഇത് ഡിസ്ലൊക്കേറ്റായി. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നഴ്സ്മെയ്ഡ് എൽബോ ഡിസ്ലൊക്കേഷൻ, അങ്ങനത്തെ ഒരു പേരാണ്. അത് ഞാൻ കറക്റ്റായിട്ട് തര എഴുതിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ല വേദനയായിരിക്കും ഉണ്ടായ സമയത്ത്. പിന്നെ കൈ അനക്കാൻ പറ്റില്ല, മീൻസ് അവർക്ക് വെയിറ്റുകളൊന്നും എടുക്കാൻ പറ്റില്ല. അവർക്ക് സ്വയം പൊന്തിച്ചാലും അതിങ്ങനെ ഇത്രയൊക്കെ തന്നെ വരുള്ളൂ, ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ടുവന്നുള്ളൂ. കാരണം അവർക്ക് അതുമ്പോൾ ഫുള്ള് ഇത് കാണിക്കാൻ പറ്റില്ല അവർക്ക്. പക്ഷെ ഇപ്പം അവൻ ട്രൈ ചെയ്യുന്നുണ്ട്, കൈ ക്ലാപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവന് വേദന ഉണ്ട്, അവൻ്റെ മുഖത്ത് ആ ഒരു പെയിൻ ഉണ്ട്. ശരിക്ക് ഉണ്ടാവുന്ന സമയത്തോ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ അതിന് ഫുള്ള് അവന് ഇത് കൊടുക്കാൻ പറ്റില്ല. കണ്ടോ അവൻ്റെ സ്ട്രഗിൾ കണ്ടോ, അവനെ എണീക്കാൻ പറ്റില്ല അവൻ്റെ. അപ്പോൾ ഇതിന് 2 ട്രിക്കാണ്, അല്ലെങ്കിൽ 2 സ്റ്റെപ്പാണ് ഞങ്ങൾ അന്ന് 2 വർഷം മുന്നേ റിനൈം മെഡിസിറ്റിയിൽ, എറണാകുളത്തുള്ള റിനൈം മെഡിസിറ്റിയിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞത്, ഓർത്തോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാൽ അത് എമർജൻസി അല്ലാത്തത് കൊണ്ടും എന്താ പറയുക, അതൊരു നോർമൽ കേസ് ആയതുകൊണ്ടും ഇവിടുത്തെ ഡോക്ടർമാർ, കാനഡയിലുള്ള ഡോക്ടർമാർ എമർജൻസി ആയിട്ട് എടുക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചേരം അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, 2 മണിക്കൂർ. അപ്പോൾ നമ്മൾ പോകുന്ന ടൈം ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. നമ്മൾ ആ പോകുന്ന ടൈം വേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മെഡിക്കലും കവേർഡ് ആയിരിക്കില്ല, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് ആണ് ഉള്ളത്, അപ്പോൾ അതും കവേർഡ് ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് അവന് പൊന്തിക്കണമെന്നുണ്ട്. ഒരു ടോയ് കൊടുത്തു നോക്കണം. അവനൊരു ലെഫ്റ്റ് ഹാൻഡറാണ്. ആ ലെഫ്റ്റ് ഹാൻഡറാണ് എനിക്ക് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് പിടിക്കുന്നില്ല. ഇനി അത് നോക്കട്ടോ. Hold it. Take it down. അവൻ ആ കൈ കൊണ്ട് പിടിക്കണമെന്നുണ്ട്. അവന്റെ ഫേവറേറ്റ് ടോയ് ആണ് അത്. പക്ഷെ അത് കൈ പൊന്നുന്നില്ല അവന്റെ. ഇതെങ്ങനെ ചെയ്യാം, അത് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. ആ ചെയ്യുന്ന പ്രോസസ്സിൽ നല്ല വേദന ഉണ്ടായിരിക്കും, അവൻ കരയായിരിക്കും. എന്ന് വെച്ചിട്ട് ഞങ്ങൾ ക്രൂരന്മാരല്ല. ഞങ്ങൾക്ക് ആ ഡോക്ടർ പഠിപ്പിക്കുന്ന എളുപ്പ വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് അഡ്വിലോ, അതായത് ഇവിടെ അഡ്വിലോ കിട്ടുക, അഡ്വിലോ, ബ്രൂഫൻ, ഐബ്രൂഫൻ എന്ന് പറയും, അങ്ങനത്തെ മെഡിസിൻസ് കൊടുക്കുക. അതായത് നാട്ടിൽ പെനഡോള്, അങ്ങനത്തെ മെഡിസിൻ കൊടുത്തിട്ട് അവൻ്റെ വേദന മാറ്റാനുള്ള ആദ്യം ചെയ്യാം. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കുറച്ചേരം ഇരുത്തിയതിനു ശേഷം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഇത് കാണിക്കാം. അപ്പോൾ 2 പേര് ആവശ്യമുണ്ട്, കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വേദന ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഏത് മനുഷ്യനായാലും റെസിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മടിയിലിരുത്താണ് ഏറ്റവും നല്ലത്. മടിയിലിരുത്തിട്ട് ടൈറ്റാക്കി പിടിക്കുക, എന്നിട്ട് മറ്റാൾ ഇത് പ്രോസസ്സ് നോക്കാം. അപ്പോൾ അവൻ റെസിസ്റ്റ് ചെയ്യണം. അവൻ തൊടാണ്ടിരിക്കാൻ മാക്സിമം നോക്കണം. കാരണം അവിടെ നല്ല വേദനയുണ്ട്. ഓക്കെ ആദ്യം ചെയ്യേണ്ട കൈ നേരെ പിടിക്കാം. എന്നിട്ട് രണ്ടാമത്തെ ട്രിക്ക് വർക്ക് ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ ട്രിക്ക് കയ്യിനെ പിടിച്ചിട്ട് ചോക്കെ റെഡി ആയിട്ടോ. ചോക്കെ മെഡിസിൻ കൊടുത്തരണം. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവനെ ഫ്രീ ആയിട്ട് വിടുക. അവൻ ഫ്രീ ആയിട്ട് വിടുമ്പോൾ
ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി കൈ അനക്കി തുടങ്ങും. എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ ഒരു കിടുക്കുന്ന സൗണ്ട് കേൾക്കും. അതായത് അതിൻ്റെ കറക്റ്റ് ബോണിലേക്ക് അത് പ്ലേസ് ആവുന്ന സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ റിലാക്സ് ചെയ്യുന്നുണ്ട്. സിറ്റ് സ്ട്രൈറ്റ് ഡാനിയൽ. പെയിൻ ഉണ്ടോ അവിടെ? പെയിൻ ഉണ്ടോ അവിടെ? ഇല്ല ഇല്ല, പെയിനൊന്നുമില്ല അവിടെ. പെയിനൊന്നുമില്ല. ഡാനിയുടെ മേലിൽ പെയിനൊന്നുമില്ല. ഇല്ല ഇല്ല, പെയിനൊക്കെ മാറി. ഞാൻ കൈ കൊണ്ട് എടുത്ത് കഴിച്ചു നോക്കി. ട്രൈ ദ ലെഫ്റ്റ് ഹാൻഡ്. ട്രൈ യുവർ ലെഫ്റ്റ് ഹാൻഡ്. പ്രഷർ കൊടുക്കണ്ട തുറക്കിൻ്റെ അവൻ പതുക്കെ. അങ്ങനൊന്നും പിടിക്കാൻ പറ്റില്ല സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക്, അല്ലേ? എടുത്തോ, അത് വെച്ചെടുത്തോ. ടേക്ക് ഇറ്റ്. That's it, good boy. എന്തായി കയ്യ്? ഉഷാറായോ? കൈയൊക്കെ വിരിച്ച് വെച്ച് നീട്ടിയൊക്കെ വെച്ച് നിൽക്കണ്ടാവും. ഹൈ ഫൈ. ഈ കൈ കൊണ്ടതാ. ദിസ് ഹാൻഡ് ആണോ? ഈ കൈ കൊണ്ടതാ അപ്പ. ഒന്നുകൂടി, one more time. This hand, the other hand. Other hand. Yay! Danny. കൈ കെട്ടാട്ടുണ്ട്. അതിനിപ്പോ വേദനയൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൻ കൈ അനക്കി തുടങ്ങും. ഇപ്പം നേരത്തെ കണ്ടല്ലോ കൈ വീശിയിട്ടിട്ട് പോയത്. അപ്പോൾ ഇതൊരു മെത്തഡാണ്. ഇങ്ങനെ നേഴ്സ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, അസുഖമല്ലാതെ ആക്ച്വലി ഈ അംഗൻവാടി, അതായത് പ്ലേ സ്കൂള്, ഡേ കെയർ ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളായിട്ട് കളിക്കുമ്പോൾ അവർ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, കുട്ടികളാകുമ്പോൾ കളിക്കുമ്പോൾ പ്രശ്നം വരാറില്ല. പക്ഷേ വലിയവർ കൂടുതലും മെയ്ഡ് അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വല്ലതും പെട്ടെന്ന് വല്ല സീസോന്നോ അല്ലെങ്കിൽ വല്ല കളിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ച് എണീപ്പിക്കുമ്പോൾ അറിയാതെ കൈ ഫുള്ളായി പോകുമ്പോൾ ഉണ്ടാവുന്ന, ചില പിള്ളേർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ചെറിയ ഡിസ്ലൊക്കേഷനാണത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വഴിയില്ല. എന്നാലും ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേടിക്കരുത്. നമ്മൾ ആസ് എ പാരൻറ്റ് നമ്മൾ പേടിക്കരുത്. അവർക്കുള്ള കെയറാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ്. സോ സൈനിങ് ഓഫ് ഫ്രം കാക്കി സീരീസ്, ജെഫൻ ആൻഡ് ലുബ്ന ആൻഡ് ഡാനിയൽ.